ഇന്നലെ ദുബായിലും അതുപോലെ തന്നെ അബുദാബിയിലും വലിയ രീതിയിലുള്ള എക്സ്പ്ലോഷൻസിന്റെ സൗണ്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തപ്പം ഞാനൊരു എന്താ പറയാ പ്രവാസ വിരോധിയും അതല്ലെങ്കിൽ ഷിയ മുസ്ലിമും ഒക്കെ ആയിപ്പോയിട്ടോ കുറച്ച് സമയം കൊണ്ട്. ഏതാണെങ്കിലും നിങ്ങൾ ഈ കണ്ണടച്ച് ഈ ഇരുട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നടന്ന കാര്യങ്ങൾ നടന്നു എന്ന് തന്നെ പറയണം. ഇപ്പൊ ആദ്യം തന്നെ ഈ ന്യൂസ് ഇന്നലെ വന്നിരുന്നത് തസ്നീം ന്യൂസിലായിരുന്നു. ഇങ്ങനെയായിരുന്നു ആ ന്യൂസ് അല്ലേ, അതായത് എക്സ്പ്ലോഷൻ ഹേഡ് ഇൻ ദുബായ് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ന്യൂസ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ചാനലുകളിലൊക്കെയാണ്. ഏതാണ് യൂറോ ന്യൂസിൽ വന്നു, റോയിറ്റേഴ്സിൽ വന്നു, അത് കഴിഞ്ഞിട്ട് ഇസ്രായേലി ടൈംസിൽ വന്നു, ജെറുസലേം പോസ്റ്റിൽ വന്നു, അങ്ങനെ ഒരുപാട് ഇതിൽ വന്നു. അതായത് വിറ്റ്നസ് അത് സൗണ്ട് കേട്ട ആളുകൾ പറഞ്ഞു അല്ലെങ്കിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു ന്യൂസ് വന്നിരുന്നത്. നമ്മളപ്പോൾ തന്നെ ന്യൂസ് എടുത്തിട്ടു. അത് കഴിഞ്ഞ് ദുബായ് അത് അല്ലെങ്കിൽ UAE ഡിഫൻസ് മിനിസ്ട്രി അത് ഡിനൈ ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയൊരു ന്യൂസും അല്ലെങ്കിൽ അവരൊരു പ്രസ്താവന ഒക്കെ പുറത്തോട്ട് വിട്ടു. അതോടുകൂടി നമ്മൾ ചെയ്ത ന്യൂസിൻ്റെ താഴത്ത് വന്നിട്ട് ഘോരം പ്രസംഗിക്കുന്ന പ്രവാസികളെയും അതുപോലെ തന്നെ സംഘികളെയും ക്രിസംഘികളെയൊക്കെ നമ്മൾ കണ്ടു. ഒരു മുസ്ലിം വിരോധി വരെ തന്നെ ആക്കിയിട്ടോ. ദുബായിലൊക്കെയുള്ള മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ട് അതിന് സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഞാനത് എന്തിന് കളവ് പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് ഒരു പുലർച്ചക്കായപ്പോഴേക്കും അടുത്ത ഒരു ക്ലിയർ ന്യൂസ് വരികയാണ്. അതായത് ഫ്ലൈറ്റ് റഡാറിൽ കണ്ടതാണ് US-ന്റെ F-35 ഫൈറ്റർ ജെറ്റ് ട്രാൻസ്മിറ്റ് ആൻഡ് എമർജൻസി സിഗ്നൽ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് എമിറേറ്റ്സ്. അതായത് UAE-യുടെ മേലെ കൂടെ പാറിക്കൊണ്ടിരിക്കുന്ന ഒരു F-35 ഒരു എമർജൻസി സിഗ്നൽ കൊടുക്കുകയാണ്. ക്ലിയർ ലാൻഡിങ്ങോ അതല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റാണ്ട് ഞങ്ങൾ വിഗാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സിഗ്നൽ കൊടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു. അത് കഴിഞ്ഞു കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴാണ് അടുത്ത ക്ലിയർ ന്യൂസ് വിത്ത് എന്താ പറയുക സാറ്റലൈറ്റ് ഇമേജ്. വെറുതെ ഇങ്ങനെ ഈ സംഘികളും ക്രിസംഘികളും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷങ്ങൾ തുപ്പുന്നതല്ല, സാറ്റലൈറ്റ് ഇമേജ് കറക്റ്റായിട്ട് വന്നു. അതായത് അബുദാബിയിലെ സായിദ് മിലിറ്ററി സിറ്റിയുടെ 3 ഭാഗങ്ങൾ കംപ്ലീറ്റ്ലി ഇറാൻ്റെ മിസൈലുകൾ തകർത്തതായിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സൂംഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇത് കാണാം, കണ്ടോ. അതായത് ഈ ഇമേജ് ഷോ ദ ഫയർസ് അറ്റ് US ഫെസിലിറ്റി ഇൻ സായിദ് മിലിറ്ററി സിറ്റി. അതായത് ദ ഇറാനിയൻ മിസൈൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് 3 ബിൽഡിങ്സ് ഇൻ സായിദ് മിലിറ്ററി സിറ്റി ഇൻ അബുദാബി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പം അതിൻ്റെ അങ്ങോട്ട് വന്ന സൗണ്ടുകളും ഈ ദുബായിൻ്റെ വേറെ എവിടെയെങ്കിലുമൊക്കെ വീണോ എന്നുള്ളതൊക്കെ ഇനി പുറത്തോട്ട് വരും. ഏതാണെങ്കിലും ഇപ്പോൾ അത് ക്ലിയർ കട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. വീണതിൻ്റെ എന്താ പറയുക വിത്ത് പ്രൂഫ് വന്നിട്ടുണ്ട്. ഇനി അവിടെയുള്ള ആളുകളായ നിങ്ങൾ കണ്ണടച്ചുകൊണ്ടിരിക്കുക. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതായത് ഇറാൻ ഒരിക്കലും ഇതുവരെ ഇറാൻ ഫെസിലിറ്റികളിലോട്ടൊന്നും ബോംബ് ചെയ്തിട്ടില്ല. ഇറാൻ ആകെ ഇതുപോലെ US ബേസുകളിലോട്ടും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള US-ന്റെ ഒരു കംപ്ലീറ്റ് ആ രീതിയിലുള്ള സ്ട്രക്ചറുകളിലോട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് കൂടുതലുണ്ടാവാറ് സിറ്റിയിൽ നിന്ന് മാറിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മിലിറ്ററി ബേസുകൾ ഉണ്ടാവാറ്. അതിൻ്റെ അകത്ത് അടി കിട്ടുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് നിങ്ങൾ ഈ കേൾക്കുന്നതും അങ്ങോട്ട് വരുന്ന മിസൈലുകൾ കാണുന്നതും. ഇന്നലെ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ 4 ആൾ കാണാത്തതിന് നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് കുരച്ചിട്ടൊരു കാര്യമില്ല. പട്ടി കുറച്ചുകൊണ്ടിരിക്കും, നമ്മളത് മൈൻഡ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ അവിടെ നടന്നതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു. ഇത് ഇനി ദുബായിൻ്റെ വേറെ എവിടെയെങ്കിലുമൊക്കെ വീണിട്ടുണ്ടോ, മറ്റു വേറെ അൽതഫ്രയിലുണ്ട്, അടുത്തൊരു ബേസ് വരുന്നുണ്ട്, അപ്പുറത്തൊക്കെ ബേസുകളുണ്ട്. ഇനി അവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഡ്രോണുകളും മിസൈലുകളും വീണ് എന്നുള്ളത് പുറത്തോട്ട് വരണം. കാരണം എങ്ങനെയാണോ ഇസ്രായേൽ ഈ കൗണ്ടർ ചെയ്യുന്നത്, അവിടെ അറ്റാക്ക് വരുമ്പോൾ പുറത്തോട്ട് ഒരു കാര്യങ്ങളും വിടാതെ അതേ രീതിയിൽ തന്നെയാണ് അതിനെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് UAE ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഇസ്രായേൽ അമേരിക്കനെ താങ്ങി വിധേയപ്പെട്ട് ജീവിക്കുന്ന രാജ്യം തന്നെയാണ് UAE. അതുകൊണ്ട് UAE-യുടെ പുറത്തോട്ട് ഒരു കാര്യങ്ങളും വരില്ല. കാരണം ഇനി UAE-ന്റെ പുറത്തോട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പുറത്തെ ന്യൂസുകളിൽ വന്നു കഴിഞ്ഞാൽ UAE എന്ന് പറഞ്ഞ രാജ്യം തകർന്നു കിട്ടും. ഇപ്പം തന്നെ UAE-ലുള്ള ആളുകൾക്ക് സത്യമായിട്ട് അറിയാം അവിടുത്തെ ബിസിനസ്സുകൾ ഏത് രീതിയിൽ എഫക്ട് ചെയ്ത് കഴിഞ്ഞ 4 മാസം കൊണ്ടുണ്ട്. പച്ചക്ക് പറയാൻ പേടിയാണ്. UAE-ൽ ഇരുന്ന് പറഞ്ഞാൽ എമ്മാരെ പുറത്താക്കും. മൊത്തം ബിസിനസ്സുകൾ തകർന്ന്, ടൂറിസം തകർന്ന്, ലോജിസ്റ്റിക്സ് തകർന്ന്, ഒരുപാട് എന്താ പറയുക ഈ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ തകർന്ന് ജോലി പോയി കഷ്ടപ്പെട്ട് തെണ്ടിത്തിരി നടക്കുന്ന ആളുകൾ അപ്പോൾ അവിടെ ഉള്ളത്. നമ്മുടെ മലയാളികളും അല്ലാത്ത പ്രവാസികളും അവിടുത്തെ ആളുകളുടെ ബിസിനസ്സും ഒക്കെ അത് പുറത്ത് പറയാൻ പറ്റില്ല. ഇതും കൂടെ കണ്ടു കഴിഞ്ഞാലല്ലോ UAE തകർന്ന് തരിപ്പണം. ഇപ്പോൾ ആ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകും. പുതിയ പ്രൊജക്റ്റുകളൊന്നുമില്ല. അതിൻ്റെ ഒരു തരത്തിലുള്ള എന്താ പറയുക സപ്പോർട്ടും ബിസിനസ്സും അവിടെ നടക്കുന്നില്ല. അപ്പം അതവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഇന്നലെ വൈകിട്ട് രാത്രി നടന്നിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ തിരിച്ചും മറച്ചു അടിച്ചിട്ടുണ്ട്. കാരണം ഇറാനിൽ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചറിയാതൊക്കെ എന്നുള്ളത്. ബഹ്റൈനിലും കുവൈറ്റിലും A to Z കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരു മയമില്ലാത്ത അടിയാണ് ഇന്നലെ ബഹ്റൈനിലും അതുപോലെ തന്നെ കുവൈറ്റിലും അടിച്ചിട്ടുള്ളത്. പല സ്ഥലത്തുള്ള പല മിസൈലുകൾ അല്ലെങ്കിൽ പല വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്, പല ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വേറൊരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ എല്ലാവർക്കും പറയാം, ബഹ്റൈനും സൗദിയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പാലല്ലേ, ഒരു നീണ്ട കിലോമീറ്ററുകളോളം ഒരു പാലുണ്ട്. ഞാനും പോയിട്ടുണ്ട് ആ പാലത്ത് കൂടെ, ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പം ആ പാലത്തിൻ്റെ അടുത്തോട്ട് ഇന്നലെ കൂടുതൽ ആംബുലൻസുകളെ വിന്യസിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് സൗദിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആംബുലൻസ് അങ്ങോട്ട് പോയിട്ടുള്ളത്.
അപ്പം എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ആംബുലൻസിനെ വിന്യസിക്കുന്നത് എന്നുള്ളൊരു വാർത്ത ഇന്ന് രാവിലെയാണ്, അത് മോർണിംഗ് ആണ് അത് ഔട്ട് ചെയ്യുന്നത്. അതായത് നല്ല രീതിയിൽ ഇപ്പോൾ സൗദിക്കും ബഹ്റൈനും പേടിയുണ്ട്. കാരണം ബഹ്റൈനെ നല്ല രീതിയിൽ ഇറാൻ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് അമേരിക്കയുടെ ആക്രമണം നടക്കുന്നതൊന്ന് കുവൈറ്റിൽ നിന്നൊന്ന് ബഹ്റൈനോ. അതുകൊണ്ട് തന്നെയാണ് ബഹ്റൈനിൽ ഇന്നലെ നല്ല രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ദ കിങ് ഫഹദ് ബ്രിഡ്ജാണ്, ഈ ഒരൊറ്റ ബ്രിഡ്ജാണ് ലാൻഡ് ത്രൂ ഈ ബഹ്റൈനെയും അതുപോലെ തന്നെ സൗദിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്പർ ഓഫ് റിപ്പോർട്ട് സേസ് ദാറ്റ് ദർ ഇസ് എ ലാർജ് നമ്പർ ഓഫ് ആംബുലൻസ് ഹെഡിങ് ടുവേർഡ്സ് എ ബ്രിഡ്ജ് കണക്ടിങ് ബഹ്റൈൻ ആൻഡ് സൗദി അറേബ്യ. ഈ ഇറാന്റെ ഫെസിലിറ്റികളെ തകർത്തു തുടങ്ങിയിട്ടില്ല. ഇറാനിൽ 6 പാലങ്ങളാണ് ഇന്നലെ അമേരിക്ക തകർത്തിട്ടുള്ളത്. ആ 6 പാലങ്ങൾ തകർക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റിന്റെ വരവും പോക്കും കൺട്രോളിങ് കംപ്ലീറ്റ് 5th ഫ്ലൈറ്റ് ബഹ്റൈനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ ബഹ്റൈൻ്റെ 5th ഫ്ലൈറ്റിൻ്റെ ഒരു ഭാഗം മൊത്തം ഇറാൻ തകർത്തു. ഇനി ഇറാൻ്റെ പാലങ്ങളും ഈ പറഞ്ഞ റെയിൽവേയും ഒക്കെ തകർത്തിട്ടുണ്ടെങ്കിൽ ഇറാൻ അടുത്തത് ഉന്നം വെക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പാലത്തിനൊക്കെ ആയിരിക്കും. ഈ പാലൊക്കെ തകർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. ആ പേടിയുള്ളത് കൊണ്ടും അവിടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നത് കൊണ്ടുമാണ് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അങ്ങോട്ടുള്ള ഈ ആംബുലൻസുകളുടെ വിന്യാസം. അവിടെ ഉള്ളവർക്ക് പറയാൻ മതി, അവർ കണ്ടും കാണും ഈ ആംബുലൻസ് എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നത്. അതൊക്കെ റിപ്പോർട്ടുകളുള്ളതാണ്, അതൊന്നും വെറുതെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഒന്ന് കരുതിയിരുന്നില്ല. ഇറാൻ ഏത് രീതിയിൽ അടിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇറാൻ്റെ രാവിലത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം, ഇറാൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലോട്ടാണ് അടി വന്നത് എന്നുള്ളത്. ഈ ഒരു മാപ്പിൽ നിങ്ങൾ കണ്ടില്ലേ, ഇറാൻ്റെ ഇത്രയും ഭാഗങ്ങളിലോട്ട് അമേരിക്ക ഇന്നലെ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. അതിൽ കൊഷന്മാരിൽ ഐലൻഡ് വരുന്നുണ്ട്, പിന്നെ എന്താ പറയുക കിഷ ഐലൻഡ് വരുന്നുണ്ട്, സിറിക്ക് വരുന്നുണ്ട്, ബന്ദർ അബ്ബാസ് വരുന്നുണ്ട്, ബന്ദർ ലഹ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് നല്ല രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ നടക്കുക മാത്രമല്ല, അവിടെ പാലങ്ങൾ, അതായത് മേജർ പാലങ്ങൾ പൊളിഞ്ഞതായിട്ടുള്ള വിത്ത് പ്രൂഫ് വിത്ത് വീഡിയോ റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ അവിടുത്തെ പാലം പൊളിഞ്ഞതിൻ്റെ വീഡിയോസും അതിൻ്റെ ഫോട്ടോസും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇറാൻ മീഡിയ പറഞ്ഞിട്ടുള്ള യുഎസിൻ്റെ സ്ട്രൈക്കിൽ കൊളാപ്സ് ചെയ്തിട്ടുള്ള ചാമ്പഹാറിലെ മാരിടൈം കൺട്രോൾ ടവർ കംപ്ലീറ്റ്ലി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ ആണ് ഇതിൻ്റെ. അതായത് കംപ്ലീറ്റ് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിങ് മാരിടൈം ടവർ സിസ്റ്റത്തിനെ തന്നെ ഇന്നലെ അമേരിക്ക തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മറുപടി ആയിട്ടാണ് ഇന്നലെ ബഹ്റൈനിലെ ഈ ബഹ്റൈൻ ഓയിൽ കമ്പനി ഉണ്ട് ബാപ്കോ, അവിടെ വരെ ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. റോക്കറ്റുകൾ വീണ് അവിടെ നിന്ന് വരുന്ന പുകയുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല, ഇന്നലെ ഖത്തറിലോട്ട് നല്ല രീതിയിൽ അടി നടന്നിട്ടുണ്ട്, അല്ലുദൈദിലോട്ട് നല്ല രീതിയിൽ അടി നടന്നിട്ടുണ്ട്. അവിടെ ഇന്നലെ ഖത്തറിൻ്റെ സൈഡിൽ നിന്ന് എമർജൻസി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖത്തർ മിനിസ്ട്രിയുടെ സൈഡിൽ നിന്ന് എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ അല്ലുദൈദ് മാത്രമല്ല കേട്ടോ, ഖത്തറിലെ മറ്റൊരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, അൽ മുത്താന എയർബേസ് ഉണ്ട്. അൽ മുത്താന എയർബേസിൽ ഡയറക്റ്റ് മോർണിംഗിൽ അഗ്രിഷൻ വന്നിട്ടുണ്ട്, ഇറാൻ്റെ ഡ്രോണുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യുദ്ധത്തിൻ്റെ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള, ഇത്ര സമയം വരെ നടന്നിട്ടുള്ള ഈ അപ്ഡേറ്റുകൾ പറയാനുള്ളത്. അതുകൊണ്ട് ആരും വിചാരിക്കരുത് നിങ്ങൾ സൗണ്ട് കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല എന്നല്ല. പല സ്ഥലങ്ങളിലും ഭയങ്കരമായിട്ടുള്ള അടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ ഇവിടെ ഈ രീതിയിൽ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ വെറുതെ നിൽക്കില്ല. ഇറാൻ്റെ ആയുധങ്ങൾ തീർന്ന് ഇറാൻ്റെ അടിയുടെ പവർ കുറഞ്ഞു എന്നല്ല, ഇറാൻ പ്രിസൈസ്ലിയാണ് അടിക്കുന്നത്. ഇങ്ങനെ അമേരിക്ക ഇടുന്ന പോലെ കുറേ പാലം തകർത്തു എന്നല്ല. ഇറാനിൽ പാലം തകർത്ത് കഴിഞ്ഞാൽ ഇറാൻ 2 ദിവസം കൊണ്ട് ആ പാലങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോ ഞാൻ കിട്ടുന്നില്ല ഇന്നലെ. അതായത് ഈ രീതിയിലാണ് ഇറാൻ വിത്തിൻ 1 വീക്കിലൊക്കെയാണ് ഇറാൻ ഒരു പാലം അതുപോലെ പണിയുന്നത്. കാരണം അവർക്ക് സപ്പോർട്ടുണ്ട്, മറ്റേ റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും സപ്പോർട്ടുണ്ട്. ഈ റെയിൽ ത്രൂവും ഈ റോഡ് മാർഗവുമാണ് ഈ തുറമുഖം, അതായത് ചബാർ തുറമുഖം ത്രൂവും അതല്ലാണ്ടൊക്കെ ഇവർക്കുള്ള സപ്പോർട്ടുകൾ, ഇവർക്കുള്ള ചരക്ക് നീക്കം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ റഷ്യക്കും അതുപോലെ തന്നെ ചൈനക്കും ചരക്ക് നീക്കങ്ങൾ നടക്കാനുള്ള ഇതിൻ്റെ ഇടയിലുള്ള ഒരു പാലം പോലെയാണ് ഇറാൻ നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ, ഇറാൻ്റെ പാലങ്ങളും റെയിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാങ്കേതിക സപ്പോർട്ടും സാമ്പത്തിക സപ്പോർട്ടും അല്ല ഏത് രീതിയിലുള്ള സപ്പോർട്ട് ഈ 2 രാജ്യങ്ങൾ കൊടുക്കും, അത് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ സ്ഥാനത്ത് ഇറാൻ ചെയ്യുന്നത് എന്താ, ഇറാൻ അവിടുത്തെ എന്താ പറയുക ഈ പാലങ്ങൾ തകർക്കാനും ബിൽഡിംഗ് തകർക്കാനും എല്ലാം ഇറാൻ പോയിട്ടുള്ളത്. ഇറാൻ അവരുടെ ആരാണോ ആക്രമിക്കുന്നത് ആ ബേസുകളുടെ കൺട്രോളിംഗ് സിസ്റ്റത്തിന്, അവിടുത്തെ റഡാർ സിസ്റ്റത്തിന്, അവിടുത്തെ ഈ കൺട്രോളിംഗ് പാനലുകളെ അല്ലെങ്കിൽ ടവറുകളെ, ഇതൊക്കെയാണ് ഇറാൻ തകർക്കുന്നത്. അവിടുത്തെ ഫ്യൂൽ എന്താ പറയുക കപ്പാസിറ്റിനൊക്കെയാണ് ഇറാൻ തകർക്കുന്നത്. അതൊന്നും ഇപ്പല്ല. ഈ അടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചടിക്കാൻ അമേരിക്കയ്ക്ക് ഈ ബേസുകളിൽ പറ്റാത്ത രീതിയിൽ ഇറാൻ എത്തിക്കും. പിന്നെ അവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ആക്രമിക്കാൻ കഴിയാണ്ട് വരും.
അതാണ് ഇറാൻ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും ഇറാൻ ഒന്നും ചെയ്ത് ഞങ്ങളാരും കാണുന്നില്ലല്ലോ, ഞങ്ങളിവിടെ സേഫ് ആണല്ലോ എന്നുള്ളത്. അതല്ല, ആ സമയം കഴിഞ്ഞ്, ആ അവസ്ഥകൾ കഴിഞ്ഞ് ഇറാൻ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറിൽ അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ തിരിച്ചടിക്കും. ഇന്നലെ ഇറാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഫെസിലിറ്റി, ഞങ്ങളുടെ ഹോസ്പിറ്റലുകളും ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ള മറുപടി ഞങ്ങൾ പഠിച്ചു തരാം എന്ന് തന്നെ ഇറാൻ വ്യക്തമാക്കി ഇന്നലെ ഇറാൻ്റെ IRGC പുറത്തു വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ ബഹ്റൈൻ, സൗദി പാലത്തിൻ്റെ അവിടേക്കും ഇവിടെയൊക്കെ ആൾക്കാർ രക്ഷാ കവചം പോലെ അവിടെ പോയി നിൽക്കുക, അപ്പം അടി കിട്ടാണ്ടിരിക്കാൻ. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യുദ്ധം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സേഫ് ആവട്ടെ, ആർക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ എന്ന് തന്നെയാണ്. അല്ലാണ്ട് പ്രവാസികൾ അവിടെ എന്തെങ്കിലും പറ്റുകൊണ്ട് നമുക്കിവിടെ വലിയ ഗുണമില്ല. അതിനേക്കാൾ വലിയ എഫക്ട് ഇന്ത്യയിലൂടെ അനുഭവിക്കും ആൾക്കാർ എല്ലാ രീതിയിലും. അപ്പം ചില കാര്യങ്ങൾ പറയുമ്പം ബോധത്തോടെ പറയണം, അല്ലാണ്ട് ബോധമില്ലായ്മ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ, ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കണ്ട കാര്യം അതുപോലെ നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ തീരുമാനിച്ചു അവിടെ അടി കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ. അടുത്ത ഒരു വീഡിയോയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ബൈ.